ജെസ്സിക്ക് രാത്രി 2 മണിയോട് കൂടി ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വരികയാണ്. ലാസ്റ്റ് സീൻ പാർട്ട് 1. ജോലിയുടെ തിരക്ക് കാരണം എപ്പോഴും ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങുന്നത് ജെസ്സിക്ക് പതിവായിരുന്നു. സോ എന്നത്തെയും പോലെ ഇന്നും ലേറ്റായിട്ട് തന്നെയാണ് ഉറങ്ങിയത്. ചുമ്മാ ഫോൺ സ്ക്രീൻ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കലാണ് പതിവ്. റീൽ കണ്ട് വീഡിയോസ് കണ്ട് നൈറ്റ് ഒരു 2 മണിയോട് കൂടി ജെസ്സിക്ക് ഒരു മെസ്സേജ് വരുവാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന്. നീ ഓൺലൈനിലുണ്ടോയെന്ന്. ജെസ്സി ആദ്യം ഒരു പ്രാങ്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് ചെയ്തതാണെന്ന് വിചാരിച്ച് അവൾ ഇഗ്നോർ ചെയ്യുമായിരുന്നു. എന്നിട്ട് പതിവ് പോലെ തന്നെ ഫോൺ മാറ്റി വെച്ച് ഉറങ്ങി. പിറ്റേന്ന് അവൾ എന്നത്തെയും പോലെ ജോലിക്ക് പോവാണ്. ചെന്നിട്ട് അവളുടെ മെസ്സേജിനെ പറ്റിയിട്ട് ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് എനിക്ക് മെസ്സേജ് അയച്ചതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അല്ല നിനക്ക് മെസ്സേജ് അയച്ചത്, ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലും ക്ലൂ എങ്കിലും തരത്തില്ലേ. അപ്പം അവൾക്ക് പിന്നെയും ഒരു സ്കേറി വൈബൊക്കെ തോന്നി. ആരായിരിക്കും മെസ്സേജ് അയച്ചത്? അവളെ പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് മെസ്സേജ് അയച്ചത് ആരാണ്? ഭയങ്കരമായിട്ട് വല്ലാത്തൊരു നീ സ്കാം ആയിരിക്കുമോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവരുടെ ഓഫീസിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് ഒരു അനൗൺസ് കേട്ടു. അപ്പോൾ എല്ലാവരും മീറ്റിങ്ങിലേക്ക് പോകാറുണ്ട്. മീറ്റിംഗ് ഹാളിലും അവൾ ഇങ്ങനെ തന്നെ ചിന്തിച്ച് ഈ മെസ്സേജിനെ പറ്റി ആരയച്ചതായിരിക്കും, അവൾക്ക് അറിയാത്ത ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫീസ് മാനേജർ അവരെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കണ്ടിട്ട് പുള്ളി വല്ലാതെ ഷൗട്ട് ചെയ്തു, നിൻ്റെ പെർഫോമൻസേ കൊള്ളത്തില്ല, പിന്നെ നീ ഇവിടെ വന്നിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇറക്കി വിട്ടു. ജെസ്സിക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ റെസ്പോൺസ് ഒട്ടും ഇഷ്ടപ്പെടാതെ വിഷമിച്ച് പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരത്തി ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് വല്ലാണ്ട് വിഷമിച്ച് കരയൊക്കെ ചെയ്തു. എന്നിട്ട് വീട്ടിൽ എത്തി ഡെയിലി അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. നൈറ്റ് ഇതേ കണക്ക് ഫോണിൽ വീഡിയോസൊക്കെ കണ്ട് ഇരിക്കുന്ന ടൈമിൽ പിന്നെയും അവൾക്ക് ഈ മെസ്സേജ് വന്നു, നീ ഓൺലൈനിലുണ്ടോയെന്ന്. അപ്പം ഇന്ന് മാനേജറുടെ തെറിവിളിയും അവരുടെയൊക്കെ കളിയാക്കലൊക്കെ കേട്ട് ദേഷ്യത്തിലിരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പം ഇയാൾ അവിടുന്ന് റിപ്ലൈ തരുക, നീ ഇന്ന് നീല ഡ്രസ്സല്ലേ ഇട്ടിരുന്നേ, ഞാൻ നീ ബസ് സ്റ്റോപ്പിലിരുന്ന് കരയുന്നത് കണ്ടല്ലോ. അപ്പോഴത്തേക്ക് ജെസ്സിക്കൊരു സ്കേറി വൈബ്, എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തായിരിക്കും, ഇതാരാണ്? ജെസ്സി പിന്നെയും ഒരു ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ട് ജെസ്സി വീണ്ടും ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഇയാൾ പറയാണ്, നിന്നെ മറക്കാൻ പറ്റാത്തൊരാൾ. ഇത് കേട്ടതും ജെസ്സിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനായി. ജെസ്സി പേടിച്ച് വിറയ്ക്കുമായിരുന്നു. എന്നെ അറിയാവുന്ന ഒരാൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്നത്? ജെസ്സി ഒരുപാട് കാര്യങ്ങൾ ജെസ്സിയുടെ മനസ്സിലിങ്ങനെ വന്നു തുടങ്ങിയിരുന്നു.